നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവുമായ ഷിബു സോറൻ മരിക്കുമ്പോൾ കേരളത്തിലിരുന്ന് വിചാരിക്കുന്നതിലും വലിയ ഇമ്പാക്റ്റാണ് ജാർഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നത്. സോറൻ കുടുംബത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് അതൊരു പക്ഷേ മനസ്സിലാകും, അറിയാത്തവർക്ക് അത്ഭുതമാകും. ജാർഖണ്ഡിലെ ആദ്യത്തെയും അവസാനത്തെയും വാക്കാണ് ഈ കുടുംബത്തിൽ നിന്ന് വരുന്ന ഓരോ ഉത്തരവുകളും. ഈ നാട്ടിൽ എന്ത് വ്യവസായം തുടങ്ങണമെങ്കിലും ഈ കുടുംബത്തെ കാണേണ്ടതുപോലെ കാണണം. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു നൽകും, ഇടഞ്ഞാൽ ചങ്കിടിച്ച് ചതയ്ക്കും. കൊന്നും കുലവിളിച്ചും തട്ടിപ്പിനും വെട്ടിപ്പിനുമൊക്കെ കൂട്ടുനിന്നും ഭയം വളർത്തി അവർ. എതിർക്കുന്നവരുടെ തലയരിഞ്ഞതിന് ശേഷമേ മറുപടി പറയുകയുള്ളൂ. അതാണ് സോറൻ കുടുംബം. ഈ കുടുംബത്തിൻ്റെ നട്ടലാണ് അന്തരിച്ച ഷിബു സോറൻ. അടിച്ചമർത്തപ്പെട്ട ഗോത്രവിഭാഗത്തിൻ്റെ വിമോചകനായി രാഷ്ട്രീയ ജീവിതം തുടങ്ങുക, പിന്നീട് അധികാരത്തിലെത്തിയപ്പോൾ അഴിമതിയിലേക്ക് വീഴുക, സാധാരണ ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്ന ജാതി രാഷ്ട്രീയക്കാരുടെ ടിപ്പിക്കൽ ജീവിതം തന്നെയാണ് ഷിബു സോറൻ്റേതും. അവിഭക്ത ബീഹാറിലെ രാംഗഡ് ജില്ലയിലെ നെമ്ര ഗ്രാമത്തിൽ ജനുവരി 11, 1945 ഷിബു സോറൻ ജനിക്കുന്നത്. സോറൻ എന്നത് ജാർഖണ്ഡിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ വ്യാപകമായുള്ള ഒരു സർനെയിമാണ്. സന്താൽ ഗോത്രത്തിൽ ജനിച്ച ഇദ്ദേഹത്തിൻ്റെ ബാല്യം ദുരിതപൂർണമായിരുന്നു. സവർണരായ ഭൂവുടമകളുമായുള്ള നിരന്തര സംഘർഷം കണ്ടാണ് സോറൻ വളർന്നത്. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമാണ് കിട്ടിയത്. സ്കൂൾ പഠനകാലത്താണ് പിതാവ് കൊല്ലപ്പെടുന്നത്. പണമിടപാടുകാർ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ അദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയായിരുന്നു. ഈ രീതിയിൽ നിരന്തരം വയലൻസിലൂടെ കടന്നു പോയതുകൊണ്ടാകണം പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന ശൈലിയിൽ തിരിച്ചടിക്കുന്ന സ്വഭാവം ഷിബു സോറന് വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെ സന്താൽ ഗോത്ര വിഭാഗക്കാർക്കിടയിൽ ആ യുവാവ് ഹീറോ ആകാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. സന്താൽ നവയുഗ് സംഘം എന്ന പ്രതിരോധ സംഘടനയുണ്ടാക്കുമ്പോൾ 18 വയസ്സ് മാത്രമായിരുന്നു ഷിബു സോറന് പ്രായം. 1972 ബംഗാളി മാർക്സിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവ് AK റോയ്, കുർമി മഹാതോ നേതാവ് വിനോദ് ബിഹാരി മഹാതോ, ഷിബു സോറൻ എന്നിവർ ചേർന്നാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. സോറൻ JMM ജനറൽ സെക്രട്ടറിയായി. ബീഹാർ സംസ്ഥാനത്തിൻ്റെ കിഴക്കും തെക്കും ഭാഗങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യം. ആ സ്വപ്നം 2000 സാക്ഷാത്കരിച്ചു. വ്യവസായ ഖനി തൊഴിലാളികളുടെയും പ്രദേശത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെയും ആദിവാസികളെയും കൂടെ കൂട്ടി സോറൻ JMMൻ്റെ അടിത്തറ വിപുലീകരിച്ചു. 1987 JMM പ്രസിഡന്റായി. അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി തിരിച്ചുപിടിക്കാൻ JMM പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. നിലങ്ങളിൽ ബലമായി വിളവെടുപ്പ് തുടങ്ങി. ഷിബു സോറൻ ഭൂവുടമകൾക്കും പണമിടപാടുകാർക്കുമെതിരെ ശക്തമായ നിലപാടാണ് എടുത്തത്. നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കുന്ന കോടതിയായി മാറി. ശരിക്കും ഒരു ഗോഡ് ഫാദർ ഇമേജ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. പ്രധാനമന്ത്രി പദം ഒഴികെ ഒരു പുരുഷായുസിൽ കിട്ടാവുന്ന എല്ലാ അധികാരങ്ങളും കയ്യിൽ വന്ന നേതാവാണ് ഷിബു സോറൻ. എന്നിട്ടും സ്വന്തം കുടുംബം സമ്പന്നമാവുക എന്നതല്ലാതെ ജാർഖണ്ഡിലെ കർഷകരുടെയോ ഖനി തൊഴിലാളികളുടെയോ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. 1977 ഷിബു സോറൻ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. പക്ഷേ തോറ്റു. 80 ദുംകയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴാണ് ജയിച്ചത്. തുടർന്ന് 1989, 1991, 1996 വർഷങ്ങളിലും അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2000 സോറൻ്റെ ചിരകാല അഭിലാഷമായി ബീഹാറിൽ നിന്ന് വേർപെട്ട ജാർഖണ്ഡ് സംസ്ഥാനം രൂപം കൊണ്ടു. പക്ഷേ എന്നിട്ടും തിരഞ്ഞെടുപ്പിൽ JMMന് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. തുടർന്നാണ് സോറൻ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നത്. 2004 വിജയത്തിന് ശേഷം സോറൻ UPA മന്ത്രിസഭയിൽ കൽക്കരി ഖനി മന്ത്രിയായി. 2005 ജാർഖണ്ഡിലെ ആദ്യ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി. രാഷ്ട്രീയ ജനതാദളും ചേർന്ന ആ സഖ്യത്തിന് സംസ്ഥാനത്തൊരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞു. എന്നാൽ സോറൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം 2 ആഴ്ച മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. വിശ്വാസ വോട്ടിൽ മന്ത്രിസഭ നിലം പതിച്ചു. 2006 ജനുവരിയിൽ സോറൻ UPA മന്ത്രിസഭയിൽ തിരിച്ചെത്തി. എന്നാൽ തൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെട്ട കൊലപാതക കേസിൽ 2006 നവംബറിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചതിന് ശേഷം സോറൻ വീണ്ടും രാജിവെക്കാൻ നിർബന്ധിതനായി. 2007 ഓഗസ്റ്റിൽ ഡൽഹി ഹൈക്കോടതി സോറൻ്റെ കൊലപാതക കുറ്റം തള്ളിക്കളഞ്ഞു. ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി. 2009 ഡിസംബറിൽ JMM BJP സഖ്യ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം സോറൻ 3ാം തവണയും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. പുറമേ സവർണത, ഹൈന്ദവ ഫാസിസം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
BJPയുമായി ചേരാൻ സോറന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ BJP പിന്തുണ പിൻവലിക്കുകയും സർക്കാർ വീഴുകയും ചെയ്തതിനെ തുടർന്ന് 6 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും സ്ഥാനമൊഴിയേണ്ടി വന്നു. അടി തിരിച്ചടി എന്ന നിലയിൽ ചോരയിലൂടെ വളർന്നു വന്ന നേതാവാണ് ഷിബു സോറൻ. 1974 തുടക്കത്തിൽ വിരുന്നിനാടിനെ അറുത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് 2 പേരെ കൊലപ്പെടുത്തിയ സംഘത്തിന് സോറൻ നേതൃത്വം നൽകിയതായി പറയപ്പെടുന്നു. കൂടാതെ 1975 ജനുവരിയിൽ മുസ്ലിം ആധിപത്യമുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന ആൾക്കൂട്ടാക്രമണവുമായി അദ്ദേഹം ബന്ധപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. നിരവധി ആളുകളുടെ മരണത്തിൽ കലാശിച്ചു അത്. മുസ്ലിങ്ങളും ഗോത്രവിഭാഗക്കാരും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടി എതിരാളികളെ അടിച്ചൊതുക്കിയത് സോറനായിരുന്നു. ഇതിൻ്റെ പേരിൽ പല കേസുകളും ഉണ്ടായി. പക്ഷേ എല്ലാറ്റിൽ നിന്നും സോറൻ പതുക്കെ ഊരിയിറങ്ങി. 1994 പ്രൈവറ്റ് സെക്രട്ടറി ശശിനാഥ് ധായെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പക്ഷേ ഷിബു സോറൻ അറസ്റ്റിലായി. ഈ കേസിൽ ഡൽഹി കോടതി 2006 ഡിസംബർ 5 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഇദ്ദേഹത്തെ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അന്നത്തെ മന്ത്രിസഭയിൽ കൽക്കരി മന്ത്രിയായിരുന്നു ഷിബു സോറൻ. ഒരു കേന്ദ്രമന്ത്രി അറസ്റ്റിലാകുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അത്. 2007 ഓഗസ്റ്റിൽ കേസിൽ തെളിവുകൾ കണ്ടെത്തുന്നതിൽ CBI പരാജയപ്പെട്ടതോടെ ഡൽഹി ഹൈക്കോടതി ഷിബു സോറനെ കുറ്റവിമുക്തനാക്കി. പ്രൈവറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ കേസിൽ ഷിബു സോറനെ കുറ്റവിമുക്തനാക്കിയ ഡൽഹി ഹൈക്കോടതി വിധി 2018 ഏപ്രിലിൽ സുപ്രീം കോടതിയും ശരിവെച്ചു. കോടികളുടെ ആക്രാന്ത രാഷ്ട്രീയമായിരുന്നു സോറൻ്റെ കീഴിൽ ജാർഖണ്ഡിൽ നടന്നിട്ടുള്ളത്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും വലുതാണത്. 5000 കോടികളുടെ അഴിമതിയൊക്കെയാണ് ഇവിടെ സാധാരണ നടക്കാറ്. മുൻ മുഖ്യമന്ത്രി മധുഗോഡ അറസ്റ്റിലായത് 4000 കോടിയുടെ ഖനന അഴിമതിക്കാണ്. ആ പാത തന്നെയാണ് ഷിബു സോറനും പിന്തുടർന്നത്. തന്നെപ്പോലെ പ്രതാപി എന്ന സോറൻ ഷിബു സോറൻ കരുതിയ മൂത്ത മകൻ ദുർഗാ സോറനായിരുന്നു അദ്ദേഹം തൻ്റെ പിൻഗാമിയായി കണ്ടത്. ദുർഗാ സോറൻ 1995 മുതൽ 2005 വരെ ജാമയിൽ നിന്നുള്ള MLA ആയിരുന്നു. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടത് ഷിബു സോറൻ എന്ന അധികായൻ്റെ വ്യക്തിജീവിതത്തിലെ വലിയ തിരിച്ചടിയായി. 2005 തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ട് തുടങ്ങിയ ഹേമന്ത് സോറൻ 2009 ദുർഗയുടെ മരണത്തോടെ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നു. 2009 തെരഞ്ഞെടുപ്പിൽ ഹേമന്ത് MLA ആയി. 2010 BJP JMM സഖ്യ സർക്കാരിൽ ഹേമന്ത് ഉപമുഖ്യമന്ത്രിയായി. ഇതോടെ പാർട്ടിയിൽ തന്നെ പിന്തുടർച്ചക്കാരനായി ഹേമന്തിനെ തന്നെയാണ് ഷിബു സോറൻ വാഴിക്കാൻ പോകുന്നതെന്ന് വ്യക്തവുമായി. അഴിമതിയും അക്രമവും കണ്ടു വളർന്ന ഹേമന്ത് സോറനും ആ വഴി തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഖനിജ സമ്പത്തുള്ള സംസ്ഥാനത്തിൻ്റെ കൽക്കരിപ്പാടങ്ങൾ അയാൾ കോടികൾ വാങ്ങി സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തു. വ്യവസായികളിൽ നിന്ന് കോടികൾ വാങ്ങി കള്ളപ്രമാണം ഉപയോഗിച്ച ഭൂമി തട്ടിപ്പ് നടത്തി. 2013 ജൂലൈ മുതൽ 2014 ഡിസംബർ വരെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ്റെ കാലം ജാർഖണ്ഡിലെ അഴിമതിയുടെ പൂക്കാലമായിരുന്നുവെന്നാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ, ഖനി അഴിമതി, ഭൂമി തട്ടിപ്പ് തുടങ്ങിയ വിവിധ കേസുകളിൽ ഹേമന്ത് സോറനെതിരെ 7 തവണ സമൻസ് അയച്ചിട്ടും അയാൾ ഹാജരായിരുന്നില്ല. തുടർന്നാണ് ED അറസ്റ്റിലേക്ക് എത്തിയത്. സോറൻ്റെ ഡൽഹിയിലെ വസതിയിൽ നിന്നും BMW കാർ ED പിടിച്ചെടുത്തിരുന്നു. ഇതേ തുടർന്ന് ഹേമന്ത് കുറച്ചുകാലം മുങ്ങി നടക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ കാണാനില്ല എന്ന വാർത്ത പരന്നു. ഇങ്ങനെ പല അടവുകളും പയറ്റിയ ശേഷമാണ് ഗത്യന്തരമില്ലാതെ ഇദ്ദേഹം അറസ്റ്റിലാകുന്നത്. കോടികൾ വിഴുങ്ങുന്ന ഒരു ആക്രാന്ത രാഷ്ട്രീയക്കാരനായിരുന്നു ഹേമന്ത് സോറനും. പക്ഷേ ഷിബു സോറനെ പോലെ അയാൾ അത് കുടുംബത്തിനും പാർട്ടിക്കും കൊടുത്തില്ല. അതാണ് ഹേമന്തിന് വിനയായതും. എന്നാൽ പൂർവാധികം ശക്തിയോടെ അയാൾ തിരിച്ചു വന്ന ഇപ്പോഴും ജാർഖണ്ഡ് ഭരിക്കുന്നു. 2024 ആരംഭിച്ച് 1 മാസം പിന്നിട്ടപ്പോഴായിരുന്നു അഴിമതി കേസിൽ ഹേമന്ത് സോറൻ്റെ അറസ്റ്റ്. ഇതോടെ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം പോലും രാജിവെക്കേണ്ടി വന്നിരുന്നു. ഏറെ തിളക്കമാർന്ന വിജയത്തോടെ തന്നെയാണ് ജാർഖണ്ഡ് ജനത മുഖ്യമന്ത്രി കസേരയിൽ ഹേമന്തിനെ വീണ്ടും എത്തിച്ചത്. അതാണ് സോറൻ കുടുംബത്തിൻ്റെ ഒരു സ്വാധീനം. അടിച്ചമർത്തപ്പെട്ട ഗോത്രവിഭാഗത്തിൻ്റെ നായകനായി തുടങ്ങി അതേ റോളിൽ തന്നെയാണ് ഷിബു സോറൻ മണ്ണിനോട് അലിയുന്നത്. മറിച്ചൊന്ന് ചിന്തിക്കാൻ വിടാതെ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള രാഷ്ട്രീയ അടവുകളാണ് ഷിബു സോറൻ മക്കളെയും പഠിപ്പിച്ചത്. ആദിവാസികളുടെയും പിന്നാക്കക്കാരുടെയും വോട്ട് വാങ്ങി ജയിക്കുന്ന ഇവർ ആ പാവങ്ങൾക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാറില്ല. ഇത്രയും ധാതു ഖനി സമ്പത്തുണ്ടായിട്ടും ജാർഖണ്ഡിന് എഴുന്നേറ്റം കിട്ടാത്തതും ഇത് കാരണം തന്നെയാണ്.